എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയത്. ആ സമയത്ത് സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നതിന് മുന്നേ കേരളത്തിലെ BJP നേതൃത്വത്തിനെതിരെ ശക്തമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കെ സുരേന്ദ്രനെതിരെ പേരെടുത്ത് പോലും പ്രതികരിച്ചിരുന്നു. അപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ CPM-ലോട്ട് പോകുമെന്നാണ്. അതിനെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആ സമയത്ത് സന്ദീപ് വാര്യർ MB രാജേഷുമായിട്ടും AK ബാലനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് തന്നെ പരസ്യമായിട്ട് തന്നെ സന്ദീപ് വാര്യർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലേട്ടൻ എന്നാണ് പറഞ്ഞത്. ഇതേ AK ബാലനെ തന്നെ മറ്റെന്താ പറയുക, സന്ദീപ് വാര്യർ മുമ്പ് ചാനൽ ചർച്ചയിൽ ഉപയോഗിച്ച വാക്കുകൾ ഞാൻ അധികം ഇവിടെ പറയുന്നില്ല. ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ബാലൻ AK ബാലൻ്റെ കയ്യിൽ തീവ്രത അളക്കുന്ന എഞ്ചിൻ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് ഈ സന്ദീപ് വാര്യർ ചാനൽ ചർച്ചയിൽ. അങ്ങനെ പറഞ്ഞ ഒരാളെ ശരിക്കും ചാനൽ ചർച്ചയിലെ മുന്നിൽ വന്ന് AK ബാലൻ എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. BJP വേണ്ടത്ര പരിഗണന കിട്ടാതിരുന്നപ്പോൾ AK ബാലൻ എന്നെ ഫോണിൽ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചു എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത്. അതൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സന്ദീപ് വാര്യർ BJP വിട്ട് CPM-ലോട്ട് വരും എന്ന് പറഞ്ഞത്. പക്ഷേ എല്ലാവരും കണക്കുകൂട്ടൽ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരെയും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ശരിക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് പോയത്. ശരിക്കും ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എല്ലാവരും പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ഒന്നിക്ക് CPI-ലേക്ക് പോകും, അല്ലെങ്കിൽ CPM-ലോട്ട് പോകും, അല്ലെങ്കിൽ ചുമ്മാ ആയിരിക്കും. ഈ 3 ഓപ്ഷൻ മാത്രമേ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസിലോട്ട് പോകുന്ന ഒരാൾ പോലും പറഞ്ഞില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ശരിക്കും ഈ എല്ലാവരും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും BJP-ലോട്ട് വരുന്ന ഒരു ട്രെൻഡാണ് 2014 ഇന്ത്യയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സന്ദീപ് വാര്യർ ഒരിക്കലും BJP വിട്ട് കോൺഗ്രസിൽ പോകുന്ന ആരും വിചാരിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ഓഫറുകൾ നൽകിയിരുന്നു. VD സതീശൻ തന്നെ, അതായത് പ്രതിപക്ഷ നേതാവായ VD സതീശൻ തന്നെ സന്ദീപ് വാര്യർ നേരിട്ട് ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിന് 3 ഓഫർ കൊടുത്തു. ഒന്ന് KPCC ജനറൽ സെക്രട്ടറി, പിന്നെ KPCC വക്താവ്, 2026 നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ ഒരു ഷുവർ സീറ്റിൽ ജയിക്കുന്ന 100% ഉറപ്പുള്ള ഒരു സീറ്റിൽ നിർത്തി MLA ആക്കും, പിന്നെ ഒരു മന്ത്രിസ്ഥാനം വരെ കൊടുക്കുന്നു VD സതീശൻ ഓഫർ ചെയ്തിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലോട്ട് പോയത്. പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മുനമ്പം വിഷയം കത്തി നിൽക്കുന്ന സമയമാണ്. കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ അവിടെ BJP ആയിട്ടും ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തം ഒരു ട്രെൻഡായി പോകും. അതായത് 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിലെ മൊത്തം ഒരു ട്രെൻഡായി മാറും അത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇത്രയും മുനമ്പം വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് പോലും ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു മുൻതൂക്കമുള്ള ഒരു മണ്ഡലത്തിൽ വേറെ BJP ജയിക്കാൻ പാടില്ല. BJP ജയിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് തെറ്റായൊരു സന്ദേശം നൽകും. അപ്പോൾ ഏത് വിധേനയും BJP ജയിക്കാൻ പാടില്ല എന്നൊരു വാശി കേരളത്തിലെ തീവ്ര സുഡാപ്പികൾക്കുണ്ടായിരുന്നു, തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഏത് വിധേനയും BJP അവിടെ ജയിക്കരുത് എന്നൊരു വാശി കോൺഗ്രസിനുണ്ടായിരുന്നു. അത് കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടിമയാണല്ലോ, ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സുഡാപ്പികളുടെ അടിമയാണ് കോൺഗ്രസ്. അപ്പോൾ സതീശൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 എങ്ങനെയെങ്കിലും മന്ത്രിയാവാം, മുഖ്യമന്ത്രിയാകാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അദ്ദേഹത്തിന് മുന്നിലുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ ജയിച്ചേ പറ്റൂ. അപ്പോൾ അത് മുൻനിർത്തി രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരാഗ്രഹം മുൻനിർത്തിയാണ് സന്ദീപ് വാര്യർക്ക് ഇങ്ങനെ പല ഓഫറുകൾ കൊടുത്തതിന് ശേഷം ഇവിടെ BJP ഓഫറുകൾ കൊടുത്തതിന് ശേഷം പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും ആ സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടാണ് സന്ദീപ് വാര്യർ ഇടുന്ന പോസ്റ്റുകളും. സന്ദീപ് വാര്യർ അതായത് പാർട്ടി വിട്ട ഉടനെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങൾ അവിടെ പോയി പാണക്കാട് തങ്ങളെ പുകഴ്ത്തുന്നു, ശിഹാബ് തങ്ങളെ പുകഴ്ത്തുന്നു. എന്തൊക്കെയായിരുന്നു ബഹളം, ഒന്നും പറയണ്ട. അപ്പോൾ എല്ലാവരും പൊക്കി പിടിച്ച് കിടന്നു. ഈ പാലക്കാട് ഇലക്ഷന് മുന്നേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയെ കുറേ ഉദ്ഘാടനം, കുറേ റെസിഡൻറ്റ് അസോസിയേഷൻ ഉദ്ഘാടനം, കോളേജ് അസോസിയേഷൻ ഉദ്ഘാടനം, പിന്നെ ദുബായിൽ കുറച്ച് ഇവരെ ഈ കൊണ്ടോട്ടി മലപ്പുറം അങ്ങനെ ടീമുള്ള സുഡാപ്പിയുള്ള കുറച്ച് പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത മാത്രമല്ലാതെ വേറൊന്നും ഒരു കാര്യം സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ സന്ദീപ് വാര്യർ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കുറച്ച് ദിവസം മുന്നേ സന്ദീപ് വാര്യർ VD സതീശനെ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹം ഫോൺ എടുത്തില്ല. VD സതീശൻ ഫോൺ എടുത്തില്ല, PA ആണ് ഫോൺ എടുത്തത്. ഒരുപാട് തവണ ഫോണിൽ ബന്ധപ്പെട്ടു. PA സതീശന് കൈമാറാൻ തയ്യാറായില്ല. സന്ദീപ് വാര്യർ സതീശൻ്റെ PA എടുത്ത് പൊട്ടിത്തെറിച്ചു. അതായത് പുള്ളിക്കാരടുത്ത് പറഞ്ഞ ഓഫർ ചെയ്ത സ്ഥാനമാനങ്ങൾ ഉടനെ തന്നില്ലെങ്കിൽ താൻ വിവരം അറിയുന്ന രീതിയിൽ സന്ദീപ് വാര്യർ സതീശൻ്റെ PA എടുത്ത് സംസാരിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയൊരു സംഭവ വികാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർക്ക് മനസ്സിലായി. അതായത് കോൺഗ്രസ് പാർട്ടി തനിക്ക് ഓഫർ ചെയ്ത സ്ഥാനമാനങ്ങളൊക്കെ ചുമ്മാ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയാണ്, അതായത് പാലക്കാട് ഇലക്ഷന് തൊട്ട് മുന്നേ പാർട്ടി വിടാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഓഫറുകൾ തന്നതെന്ന് ശരിക്കും മനസ്സിലായി. തനിക്ക് ഓഫർ ചെയ്ത സ്ഥാനമാനങ്ങൾ ഒന്നും കിട്ടില്ല എന്നൊരു ബോധ്യം സന്ദീപ് വാര്യർക്ക് മനസ്സിലായി. ആ സമയത്ത് ഈ പാലക്കാട് ഇലക്ഷന് മുന്നേ സന്ദീപ് വാര്യരെ പാർട്ടിയിൽ നിന്ന് BJP ചാടിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ വരെ സന്ദീപ് വാര്യർ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഷാഫി വരെ ഒരുപാട് സ്ഥാനമാനങ്ങൾ സന്ദീപ് വാര്യർക്ക് ഓഫർ ചെയ്തിരുന്നു.
പക്ഷേ ഇതൊന്നും ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ വെറും കറിവേപ്പിലായി. ഇനി പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലാമെന്ന് മനസ്സിലായി. 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ സന്ദീപ് വാര്യർക്ക് സീറ്റ് കിട്ടില്ലെന്ന് വരെ 100% ഉറപ്പാണ്. അതായത് BJP വിടാൻ പ്രേരിപ്പിച്ച ഷാഫി പറമ്പിൽ വരെ സന്ദീപ് വാര്യർക്ക് പണി കൊടുത്തു. അത് പണി കൊടുക്കാൻ കാരണമുണ്ട്. അത് സന്ദീപ് വാര്യർ കുറച്ച് കാലം മുന്നേ ഷാഫി പറമ്പിലിനെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാഫി പറമ്പിൽ സുഡാപ്പിയുടെ ഏജൻറ്റാണ്, ഷാഫി പറമ്പിൽ പക്ക സുഡാപ്പിയാണെന്ന രീതിയിൽ പല ചാനൽ ചർച്ചകളിൽ പോലും സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ദേഷ്യം ഷാഫിക്ക് സന്ദീപിനോടും ഉണ്ട്. അതിപ്പോൾ പാലക്കാട് ഇലക്ഷന് ശേഷം ശരിക്കും ഷാഫി പണി കൊടുത്തു. സന്ദീപ് വാര്യർക്ക് ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞു. അതായത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ അടുത്ത് പരസ്യമായി പറഞ്ഞു. അതായത് തെറ്റായ ഒരു സന്ദേശം നൽകും. 2026 അസംബ്ലി ഇലക്ഷനെ നേരിടുമ്പോൾ സന്ദീപ് വാര്യർ പാർട്ടിയുടെ മുഖമായി കണ്ടു കഴിഞ്ഞാൽ, അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുന്ന ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു തെറ്റായ സന്ദേശമായിരിക്കും, അണികൾക്കൊരു തെറ്റായ സന്ദേശം നൽകും. അതുകൊണ്ട് സന്ദീപ് വാര്യർക്ക് ഒരു സ്ഥാനമാനങ്ങളോ MP സ്ഥാനമോ ഒന്നും കൊടുക്കരുത്. ഇനി BJP ആരും വന്നില്ലെങ്കിൽ വേണ്ടില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ജനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ ഇരിക്കുകയാണെന്നൊരു ഡിസ്കഷൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് സന്ദീപ് വാര്യർക്ക് ഇനി ഒന്നും കിട്ടാൻ പോകുന്നില്ല. പാർട്ടിയിൽ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടാൻ പോകുന്നില്ല. സന്ദീപ് വാര്യർക്ക് മനസ്സിലായി. സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അത് മുന്നിൽ കണ്ടിട്ട് തന്നെ സന്ദീപ് വാര്യർക്ക് മനസ്സിലായി ഇനി ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറിവേപ്പിലാവുന്നില്ല കാര്യത്തിൽ. ഇപ്പോൾ തന്നെ കറിവേപ്പിലായി. പക്ഷേ കുറച്ച് കാലം കഴിയും തോറും ഇനിയും കൂടുതൽ തൻ്റെ അവസ്ഥ വഷളാവുമെന്ന് മുന്നിൽ കണ്ട് സന്ദീപ് വാര്യർ വീണ്ടും AK ബാലനുമായിട്ടും MB രാജേഷുമായിട്ടും ബന്ധപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തിനാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിന് പുറത്തേക്കാണ്, 100% ഉറപ്പാണ്. 2026 ഇലക്ഷന് മുന്നേ സന്ദീപ് വാര്യർ കോൺഗ്രസ് വിട്ട് CPM-ലോട്ട് മാത്രം, ഇപ്പോൾ BJP-ലോട്ട് ഒരിക്കലും വരാൻ പറ്റില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ ഇപ്പോൾ ഉണ്ടല്ലോ AK ബാലനായിട്ടും MB രാജേഷുമായിട്ട് വീണ്ടും കോൺടാക്ട് നടത്തി. AK ബാലനുമായിട്ട് 1-2 തവണ ചർച്ച നടത്തി എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ അണികൾ തന്നെ, കോൺഗ്രസിൻ്റെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത് ചർച്ചയായി ണ്ട്. എന്ത് തന്നെയാലും ഒരു കാര്യം ഉറപ്പിക്കുക, സന്ദീപ് വാര്യർ ഇനി അധിക നാൾ കോൺഗ്രസിൽ ഉണ്ടാവില്ല. സന്ദീപ് വാര്യരുടെ ചാട്ടം ഇനി CPM-ലോട്ടായിരിക്കും. BJP-ലോട്ട് അദ്ദേഹത്തിന് എന്തായാലും വരാൻ പറ്റില്ല. അദ്ദേഹം ഓൾറെഡി BJP അണികളെ വെറുപ്പിച്ച് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് ഒരേ രക്ഷ CPM മാത്രമാണ്. ഇപ്പോൾ CPM-നും പ്രശ്നമില്ല. ആദ്യം CPM-ന് പ്രശ്നമുണ്ടായിരുന്നു. സന്ദീപ് വാര്യർ അതായത് വർഗീയത സംസാരിക്കുന്ന ഒരാളെ CPM-ൽ എടുക്കും, എങ്ങനെയെന്ന് അണികളെ എങ്ങനെ ബോധ്യപ്പെടുത്തുന്നൊരു പ്രശ്നം ആ നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നമില്ല. അതായത് BJP വിട്ട് കോൺഗ്രസ്സിൽ എത്തിയതിന് ശേഷം BJP-യുടെ വർഗീയ നിലപാടുകൾക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും RSS-നെതിരെയും അതൊക്കെ അതിരൂക്ഷമായ വിമർശനമായിരുന്നു സന്ദീപ് വാര്യർ ഉന്നയിച്ചത്. ഇനി പ്രശ്നമില്ല. ഇനി CPM-ലോട്ട് പോകുന്നതിൽ പ്രശ്നമില്ല. എന്തായാലും സന്ദീപ് വാര്യർ ഉടൻ തന്നെ കോൺഗ്രസ് വിട്ട് CPM-ലെത്താനുള്ള സാധ്യത തെളിയുകയാണ്. കോൺഗ്രസ് നിന്നിട്ട് ഇനി ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് സന്ദീപ് വാര്യർക്കുള്ളത്. ഇനി ഒരേ ഒരു രക്ഷ CPM മാത്രമാണ്. CPM-ന് ഇനി പ്രശ്നമില്ല. സന്ദീപ് വാര്യർ ഇത്രയധികം എന്താ പറയുക ഹിന്ദുത്വ അജണ്ടകളെയും BJP-യും തള്ളി പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്ക് സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സന്ദീപ് വാര്യറിന് CPM പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവും. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.